പുള്ളി ദൂരദർശനിൽ മാറി അവിടെ എന്തെങ്കിലും ഒരു ഗ്ലിച്ചിന്റെ ഒരു എഫക്ട് കൊടുക്കുക, എന്നിട്ട് അഗൈൻ ഇത് ആഡ് ചെയ്യാം. യെസ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ഏറ്റവും ഹോട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് മൃണാളിനെ അറിയില്ല. മൃണാള് പറഞ്ഞ പോലെ നമ്മള് കാണാതെ ഇരുന്ന് കുറ്റം പറയാം. മൃണാള് ഒരിക്കലും ഒരു ഹോട്ടലും പൈസ മേടിച്ചില്ല. തെറ്റാണ് കേട്ടോ. അല്ല അറിയാം. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കോഴി മുട്ടയിടുന്നു. എക്സ്ക്ലൂസീവ് മീഡിയ സ്പോൺസർ മൃണാളിന്റെ കടയിലേക്ക് സാധാരണക്കാരുടെ പോഡ്കാസ്റ്റ് ആണ്. കാറുള്ളവർ ഇത് കാണണ്ട, ബൈക്കുള്ളവർ കണ്ടാൽ മതി. വെൽക്കം ടു എക്സ്ക്ലൂസീവ് പോഡ്കാസ്റ്റ്. നമ്മളുടെ ചാനലായ എക്സ്ക്ലൂസീവ് മസാലയിൽ ഇന്ന് തൊട്ട് നമ്മളൊരു പുതിയ പോഡ്കാസ്റ്റ് ഷോ ആരംഭിക്കുകയാണ്. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് മിസ്റ്റർ ദേവ് ഡി, മിസ്റ്റർ വിപിൻ ആൻഡ് മിസ്റ്റർ കിരൺ റോബിൻ ആൻഡ് മൈസെൽഫ് രഞ്ജിമ AR. ആൻഡ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്നുള്ളത് വിപിൻ എന്ന് പറഞ്ഞ ദേവ്ഡി ഞാൻ സംസാരിക്കാം. യെസ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഹോട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മൾ 4 പേരും തന്നെ ആ ഒരു ഹോട്ടായ സബ്ജക്റ്റ് ഒരുമിച്ച് തീരുമാനിക്കുകയായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, നമ്മളുടെ പോഡ്കാസ്റ്റിലെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് എപ്പിസോഡിൽ ഞാനും നമ്മളുടെ ടീമും എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളത് പോയി ട്രൈ ചെയ്തു. എന്താണ് കാര്യം എന്നായിരിക്കും. ഇപ്പോഴത്തെ ഏറ്റവും ഹോട്ടായിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് മൃണാളിൻ്റെ ഹോട്ടലും മൃണാളിൻ്റെ ഇതിനു മുമ്പത്തെ വീഡിയോകളും ഒക്കെ വച്ചിട്ടുള്ള ട്രോളുകളും പരിപാടികളും ഒക്കെയാണ്. സോ നമ്മൾക്ക് 4 പേർക്കും 4 അഭിപ്രായങ്ങളുണ്ടാവും. നമ്മളെല്ലാവരും പോയി ഭക്ഷണം കഴിച്ചു, ബിരിയാണി കഴിച്ചു, ഊണ് കഴിച്ചു. സോ നമ്മളുടെ ഒരു ജെനുവിൻ ആയിട്ടുള്ള എല്ലാവർക്കും പലതും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടത്തോടുകൂടി നല്ലത് പറയുന്നവരുണ്ട്. സോ നമുക്കൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു നമ്മളുടെ അഭിപ്രായം കറക്റ്റ് നമ്മളുടെ അഭിപ്രായം ഞങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്താലോ? സോ വെൽക്കം ടു എക്സ്ക്ലൂസീവ് പോഡ്കാസ്റ്റ്. സോ സ്റ്റാർട്ടിങ് വിത്ത് ദിസ് സബ്ജക്റ്റ്, ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഞാൻ ആക്റ്റീവാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് മൃണാളിനെ അറിയില്ല. ഞാൻ മൃണാളിൻ്റെ ഫുഡ് വ്ളോഗ്സോ അങ്ങനെയൊന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അതിനുശേഷം കഴിഞ്ഞ ദിവസം എപ്പോഴും ഞാൻ യൂട്യൂബ് എടുത്ത സമയത്ത് ഒരു ട്രോള് കണ്ടു. എല്ലായിടത്തും പോയി കുറ്റം പറഞ്ഞ് അവസാനം എന്തായി എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇതെന്തോ ഒരു വൈറൽ സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. അതും ഞാൻ എടുത്തു നോക്കിയില്ല, ആ ട്രോളും ഞാൻ എടുത്തു നോക്കിയിട്ടില്ല. സോ ഇതിനെപ്പറ്റി വലിയ അറിവ് എനിക്കില്ല. അപ്പം ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ചർച്ചാ വിഷയമായൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോവാന്ന് ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാനും ചുമ്മാ കൂടെ പോയി ഫുഡ് കഴിച്ചു. ഞങ്ങളെല്ലാം പിന്നെ കൃത്യമായിട്ട് അറിയാം, ഫുഡിന്റെ ആൾക്കാരായതുകൊണ്ട് ഈ ഫുഡിനെ പറ്റി റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളെ പ്രധാനപ്പെട്ട ആൾക്കാർ. അങ്ങനെ മൃണാളിനെ പറ്റി നന്നായിട്ട് അറിയാം. മൃണാളിൻ്റെ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ മൃണാളിൻ്റെ ആദ്യത്തെ ടേക്ക് അവേ ആയിരുന്നു അല്ലേ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? പുള്ളിയുടെ ബിരിയാണി, പേർഷ്യൻ റൈസ്, റൈസ് ഓഫ് പേർഷ്യ അങ്ങനത്തെ. അപ്പോൾ അതായിരുന്നു ആദ്യം വാങ്ങിച്ചിരുന്നത്. അത് വാങ്ങിച്ചപ്പോഴേ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. വില മാത്രം കുറച്ച് കത്തിയ, ക്വാണ്ടിറ്റിയും ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു. ഒരു ബിരിയാണി വാങ്ങിച്ചാൽ 2 പേർക്കെല്ലാം കഴിക്കാം, അങ്ങനെയുള്ള സാധനമല്ലായിരുന്നു. അപ്പോൾ പക്ഷെ പിന്നെ എന്ത് പറ്റി പുള്ളിയുടെ ഹോട്ടലിന് ഇത്രയും ചീത്തപ്പേര് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഡൗട്ട്. അത്രയും അതായിരുന്നു ഇന്നലെ പോയത്. ഞങ്ങൾ പോയി ആദ്യത്തെ സാധനം അത് തന്നെ ആക്കാന്ന് തീരുമാനിച്ചത്. ബിരിയാണി അല്ല, ഊണായിരുന്നു അവിടുന്ന് കഴിച്ചത്. കാരണം എനിക്ക് തോന്നുന്നു അവരുടെ ഏറ്റവും പ്രശ്നത്തിൽ കിടക്കുന്നത് ഊണാണ്. അതുകൊണ്ട് പിന്നെ ഇവരെല്ലാവരും ബിരിയാണി ആയതുകൊണ്ട് ഞാൻ ഊണ് കൊടുക്കും. അപ്പോൾ കോൺട്രവേഴ്സി ഉള്ള സാധനം തന്നെ കഴിക്കാം. അപ്പോൾ ഊണ് ആക്ച്വലി നല്ല ടേസ്റ്റ് ആയിരുന്നു, കറികളൊക്കെ നല്ല ടേസ്റ്റാണ്, അതെല്ലാം ഓക്കെ. പക്ഷേ നമ്മുടെ സാധാരണ ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അത്രയും കറികൾ, ചെറു കറികൾ തന്നെ ഉണ്ടായിരുന്നു. 168 രൂപ എന്തോ ആയി. ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് റൈസ് 20 രൂപ, സാമ്പാർ 20 രൂപ, കൂട്ടുകറി 25 രൂപ. മനസ്സിലായില്ലേ? എല്ലാം ഈ ചില പൊടിക്കണ കിണ്ണങ്ങളായിരുന്നു. പക്ഷേ ആക്ച്വലി വെജ് മീൻചാറോ അങ്ങനെ ഒന്നുമില്ല. ഒരു പൊടിക്കണ സാമ്പാർ, മറ്റേ സാധനം പുളിശ്ശേരി എല്ലാം സെപ്പറേറ്റ് വാങ്ങിക്കണം. പക്ഷേ ഇതിലും കൂടുതൽ കറികളുമായിട്ട് ഇവിടെ ഇപ്പം അത്യാവശ്യം ഒരു AC പ്രീമിയം കടകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 90 രൂപയ്ക്ക് നമുക്ക് മീൽസ് കിട്ടും. ഓക്കെ. അപ്പം ഈ ഊണിൻ്റെ കാര്യത്തിൽ സാധനം ഓവർ പ്രൈസ് ആണ് ആൾക്കാർ പറയുന്നത്, ശരിയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ ഇയാൾ പറയുന്നൊരു പരിപാടി ഞാൻ കേട്ടിട്ടുള്ളതാണ്, ചീപ്പായിട്ട് കഴിക്കാമെന്ന്. അതായത് ഒരു റൈസും എന്താണ് സാധാരണക്കാരന് എനിക്ക് തോന്നുന്നില്ല ഒരു
റൈസും സാമ്പാറും അല്ല, മാത്രം ഞാനൊരു കഴിക്കാനായിട്ട് ഒരാൾ വരുമെന്ന് ഇല്ലേ? ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമുക്ക് ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് നമ്മൾ ഈ പോയതും കഴിച്ചതൊക്കെ ഒന്ന് നമ്മളുടെ ഓഡിയൻസിന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ? അത് നല്ലതായിരിക്കും. നമ്മൾ എന്താ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ പറയാണ് ഒരു പല മൃണാള് പറഞ്ഞ പോലെ നമ്മള് കാണാതെ ഇരുന്ന് കുറ്റം പറയാം. അതെ അതെ അതാവും. പുള്ളി തന്നെ ആദ്യം പറയുന്നത് ഇത് നിങ്ങൾ കണ്ടിട്ടൊന്നുമില്ല, ചുമ്മാ ആരെങ്കിലും എല്ലാം പറഞ്ഞത് കേട്ടിട്ട് അഭിപ്രായം പറയണേ. നമ്മുടെ ഓഡിയൻസ് എന്താണെങ്കിലും ആദ്യം തന്നെ ഞങ്ങൾ 4 പേരും കൂടി പോയിട്ട് ഭക്ഷണം കഴിച്ചു. സത്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ഷൂട്ട് ചെയ്യാൻ മടിയായിരുന്നു. കാരണം ഞങ്ങൾ ക്യാമറയായിട്ട് അതിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും നോക്കുന്നുണ്ട്. അതെ വ്ളോഗിങ്. കാരണം എല്ലാവരും അവിടെ ഈ ഫുഡ് കഴിക്കുന്നതിനൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഈച്ച അന്വേഷിച്ച് വരുന്നവരാണ് നമ്മൾ. നമുക്ക് പക്ഷേ ഈച്ച അത്ര കിട്ടിയില്ല. 1 2 അതൊക്കെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, തപ്പാ നോക്കി നമുക്ക് ഈച്ചനെ കിട്ടിയില്ല. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടോളൂ. കണ്ടിട്ട് ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹലോ, ഞാൻ മൃണാൽ. ശബ്ദം വന്നില്ലെങ്കിലും ഞങ്ങൾ ഹംഗറി മൃണാലിലാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ വിപിൻ, കിരൺ, അങ്ങനെ രഞ്ജിമ, ഞങ്ങളുടെ RJ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ വന്നത്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് അറിഞ്ഞത്. അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ നിലവാര പട്ടിക കാണിച്ചു തരാം. ഇത് ഫുഡ് കൗണ്ടേഴ്സ്, അതിൻ്റെ അകത്ത് കിച്ചൺ, ഓപ്പൺ കിച്ചണാണ്, നമുക്കത് കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് വില നിലവാര പട്ടിക. ഇതിൽ ഓരോന്നിൻ്റെയും വില എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ പയ്യൻ ഒരു ചിക്കൻ ബിരിയാണിയാണ്, അതിൽ മസാല എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്, പിന്നെ എന്തോ ഒരു ഷേക്ക് മേടിച്ചിട്ടുണ്ട്. സോ അത് നമുക്കങ്ങനെ മിക്സ് ചെയ്ത് മാച്ച് ചെയ്ത് എടുക്കാം. പിന്നെ ഇതുപോലെ 3 കൗണ്ടേഴ്സാണ്. ഒരെണ്ണത്തിൽ ബ്രെഡ് ആൻഡ് കറി, ഒരെണ്ണത്തിൽ റൈസ്, അതും ഇതൊക്കെ മേടിക്കാം. അതുപോലെ തന്നെ ഒരെണ്ണത്തിൽ ബിരിയാണി. അങ്ങനെ 3 കൗണ്ടേഴ്സായിട്ടാണ്. അപ്പോൾ അതാത് കൗണ്ടറിൽ നമ്മളുടെ നമ്പർ വരും, നമ്മൾ പോയി മേടിക്കുക. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കായതുകൊണ്ട് തന്നെ 2 കൗണ്ടേഴ്സാണ് ഓപ്പൺ ആയിരിക്കുന്നത്. നമ്മുടെ രഞ്ജീവേനെ ഞങ്ങൾ പറഞ്ഞു വിട്ടു, കാരണം അവിടെ സീറ്റ് കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സീറ്റ് പിടിക്കാൻ. അങ്ങനെ ഞങ്ങൾ ബില്ലിംഗ് ഒക്കെ ചെയ്തു. അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ടാണ് ബില്ലിംഗ് ഞങ്ങൾക്ക് കിട്ടിയത് ടൈം. ഞങ്ങൾ 3 ബിരിയാണിയും ഒരു ഊണും പറഞ്ഞു. ഊണാണ് കുറച്ച് ഓരോന്നും സെലക്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ടിനെ കുറിച്ചൊക്കെ ഞങ്ങൾ പിന്നീട് നമ്മളുടെ പോഡ്കാസ്റ്റിൽ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വില നിലവാര പട്ടിക. നിങ്ങളൊന്ന് പോസ് ചെയ്ത് കണ്ടോളൂ. വെള്ളം ലാസ്റ്റ് എടുക്കാം. അതാണ് കാശ് കൊടുക്കാതെ കിട്ടുന്ന വെള്ളം. ഇത് ഫ്രീ ആണോ? ഇത് വളരെ ഫ്രീ ആണ്. ആകെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വെള്ളം നമുക്ക് കിട്ടി. അത് നമ്മൾ പോയി എടുത്തുകൊണ്ട് വരണം. ഇതാണ് നമ്മുടെ ഷാർജ ഷേക്കിൻ്റെ ബില്ല്. അത് കൂടുതലല്ല കേട്ടോ, അത് നല്ലൊരു എമൗണ്ടാണ്. അതേപോലെ തന്നെ ഞങ്ങൾ അങ്ങനെ വെയിറ്റിംഗ് തുടങ്ങി. ഈ വെയിറ്റിംഗ് ആണ് നമുക്ക് ഒരു രക്ഷയില്ലാത്ത ഒന്ന്. നമ്മളൊരു വലിയ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരെടുക്കുന്നതും അവരത് അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തരുന്ന കണ്ടില്ലേ. ഓരോരുത്തർ ചെസ്സൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മളുടെ വിശപ്പ്, നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, അതും ഇതുപോലത്തെ ഒരു കൗണ്ടർ ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ ഫുഡ് തരാൻ പറ്റിയാൽ നല്ലതായിരുന്നു. കാരണം ഒരു ബിരിയാണി, ഒരു ഊണൊക്കെ എടുത്ത് തരാൻ ഇത് അപ്പം ഉണ്ടാക്കുന്നതല്ലല്ലോ, കുറച്ച് നേരത്തെ മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കണതല്ലേ. സോ അതൊരു ഭയങ്കര ബോറം പരിപാടിയായിരുന്നു. ഞങ്ങൾക്കതെല്ലാവർക്കും ഫീൽ ചെയ്തു. 2 ഈച്ചയുള്ളൂ, ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, എന്നിട്ടും ഞങ്ങൾക്ക് 2 ഈച്ചേനെ മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം തിരക്കുണ്ട്. തിരക്കിന് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു, കുറേ വേസ്റ്റും അതും ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. ഈച്ചയൊക്കെ 2 എണ്ണത്തിനെ കണ്ടുപിടിച്ചു. ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ സമയമായപ്പോഴത്തേനും ഞങ്ങൾ 4 ഷാർജ ഷേക്ക് പറഞ്ഞാൽ 2 ഷാർജ ഷേക്ക് ഇപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്തെടുത്തു. സംഭവം കിടുവായിരുന്നു. ഫസ്റ്റ് സാധനം അടിപൊളി. അങ്ങനെ അവസാനം ഞങ്ങളുടെ ടേൺ എത്തി. ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. 2:45 നമ്മൾ ടിക്കറ്റ് എടുത്തത്. സമയം എത്രയായി? 3:15. അങ്ങനെ നമ്മളുടെ കിരൺ റോബിൻ ബിരിയാണിയും ഊണിന് വേണ്ട സൈഡുകളുമായിട്ടെത്തി. ഇത്രയും സൈഡുകൾ മേടിച്ച് അതിൽ 2 സാധനങ്ങളില്ല കേട്ടോ. ഒരു ബീഫും അതിൻ്റെ അകത്തിരിക്കുന്നുണ്ട് ചെറിയൊരു കപ്പിൽ, ഒരു മീൻകറിയും ആ ഒരു കപ്പിലിരിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഇതിൻ്റെ സൈഡുകളാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിയലുണ്ട്, സാമ്പാറുണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ കൂട്ടുകറിയുണ്ട്, അങ്ങനെയുള്ള കുറച്ച്. ഇതാണ് ബിരിയാണി. ഇതൊരു ഹാഫ് ബിരിയാണി കേട്ടോ. അതൊക്കെ നല്ല സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഉണ്ട്, അതിലൊന്നും സംശയമില്ല. എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, ഇവിടുത്തെ അച്ചാർ ഇഷ്ടമാണ്, സലാഡ് അങ്ങനെ എനിക്ക് റൈത്ത് അങ്ങനെ വലിയ കാര്യമായിട്ട് ഞാൻ എടുക്കാറ്. ഇതാണ് ഊണ്, കണ്ടില്ലേ. ഇത് വിപിൻ്റെ ബിരിയാണി. അങ്ങനെ ഞങ്ങൾ 2 ദം ബിരിയാണിയും ഒരു ഫ്രൈ ബിരിയാണിയാണ് എടുത്തത്. ഫ്രൈ ബിരിയാണി എനിക്ക് കിട്ടി, ദം ബിരിയാണി അവർക്ക് 2 പേർക്കും കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കൽ, പപ്പടം എക്സ്ട്രാ, ഇതിൽ ചമ്മന്തി എക്സ്ട്രാ, അങ്ങനെയുള്ള എല്ലാം എക്സ്ട്രാ. ഇപ്പോൾ മുട്ട നമ്മൾ മേടിച്ചു, അതും എക്സ്ട്രയാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി.
നല്ല ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു കപ്പ പറഞ്ഞു കേട്ടോ. കപ്പ ആദ്യം പറഞ്ഞ ഒരു 18 രൂപയ്ക്ക് ഒരു ചെറിയ ഈ ഇവിടെ സാമ്പാറൊക്കെ ഒഴിക്കുന്ന പോലത്തെ കപ്പിലാണ് ആദ്യം കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വലുത് പറഞ്ഞു അങ്ങനെ, കാരണം ഇത്രയും പേരുണ്ട്. നല്ല മീൻകറിയും നല്ല കപ്പയും, ഭക്ഷണം വേറെ ലെവൽ, ഒന്നും പറയാനില്ല. കണ്ടില്ലേ, ഇതിൽ തോരനുണ്ട്, അതെല്ലാം നല്ലതാണ്. മോരുകറി അത്ര അടിപൊളിയായിരുന്നില്ല, രസം കൊള്ളായിരുന്നു. ബാക്കി ഈ കൂട്ടുകറി സാമ്പാർ ഇതൊക്കെ സൂപ്പർ. ബീഫും അടിപൊളിയാണെന്ന് പറഞ്ഞു, മീൻകറി ഗംഭീരമായിരുന്നു, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നമ്മൾ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഇത് കണ്ടില്ലേ, ഇത് വില നിലവാര പട്ടിക എഴുതിയിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തെ. അതിൽ വിപിനൊരു ചോദ്യമുണ്ട്, അത് നിങ്ങൾക്ക് പോഡ്കാസ്റ്റിൽ കേൾക്കാം. ഇതാണ് നമ്മളുടെ ചായ അടിക്കുന്ന സ്ഥലം, ഷെയ്ക്കൊക്കെ ഈ പയ്യന അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ട് തോന്നുന്നു കോഴിക്കട്ട, ഒരു ഗംഭീര കോഴിക്കട്ട. നമ്മളുടെ വീഡിയോ വന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഏകദേശം എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചത് ഊണിൻ്റെയും എല്ലാം ഡീറ്റെയിൽ. ഇനി നിങ്ങൾക്ക് വീണ്ടും തുടരാം. അല്ല, ഇതാണ് പറഞ്ഞു വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു മലയാളി ഊണ് കഴിക്കാൻ പോകുമ്പോൾ സാധാരണക്കാരനാണെങ്കിലും ശരി, ചോറും സാമ്പാറും മാത്രം, അല്ലെങ്കിൽ പുള്ളി ഇടയ്ക്ക് പറഞ്ഞു ചോറും തൈരും മാത്രമായിട്ട് കഴിക്കാൻ പോവില്ല. അപ്പം ഇത്രയും സാധനങ്ങൾ അവന് വേണം. ഇത് ആക്ച്വലി സ്പെഷ്യലായിട്ടൊന്നുമില്ല, സാധാരണ ഒരു കടയിൽ കിട്ടുന്ന സാധനങ്ങൾ പുള്ളി സെപ്പറേറ്റ് വിലയിട്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുന്നിടത്ത് സാധാരണക്കാരന് ഊണ് കഴിക്കാനായിട്ട് അവിടെ പോകാൻ കാര്യമില്ല. എനിക്കും അത് തന്നെയാണ് തോന്നിയത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏതൊരു ആളാണെങ്കിലും സെക്കൻഡ് ചോറ് മേടിക്കും. അത് മേടിക്കണമെങ്കിൽ നമ്മൾ വീണ്ടും ക്യൂ നിന്ന്. അതെ, അല്ല സെക്കൻഡ് ചോറിന്റെ മാത്രമല്ല, നമ്മൾ ഈ കറികളാണ്. ഇപ്പൊ ചോറ് പിന്നെയും ഓക്കെ എന്ന് വിചാരിക്കാം, ഈ സാമ്പാർ ഇതൊക്കെ ഒരു ഇത്രയേ ഉള്ളൂ. അതില് വിശാലമായിട്ട് ഒരു നമ്മള് പായസത്തിന്റെ ചെറിയ ചെറിയ പാത്രം സാധാരണ നമ്മൾ കഴിക്കും പോലെ പോയി ഒരു കടയിൽ പോയി ഇവിടെ കഴിക്കുവാണെങ്കിൽ, ഒരു ഊണ് കഴിക്കുവാണെങ്കിൽ നമ്മളൊരു 250 രൂപയൊക്കെ ആവും. സെക്കൻഡ് മറ്റേ ഈ സൈഡ് കറിയൊക്കെ മേടിച്ച് കൂടെ എനിക്ക് ഒരു അബദ്ധം പറ്റിയത്, അതായത് മീൻകറി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പരാതി പറയാൻ വേണ്ടി പോയപ്പോ, ഇല്ല സാർ അതിൽ തന്നെ ഉണ്ട്. പോയി നോക്കിയപ്പോ 68 രൂപ. ഇത്രയുള്ള ഒരു പാത്രത്തിൽ ഒരു സാധനം. ഈ സൈഡ് നമ്മള് സാധാരണ കടയിൽ പോകുമ്പോ സൈഡിൽ പായസം കൊണ്ടുവയ്ക്കുന്ന ഒരു കിണ്ണുണ്ടല്ലോ, ആ പോർഷനായിട്ട്. പക്ഷെ എനിക്ക് അതിൽ പുള്ളി പറയുന്നതിനോട് ഞാൻ കൂടുതലും അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്സ് പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് അതിന്റെ ഇത് പറയാം. പുള്ളി എന്തുകൊണ്ടാണ് അത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പുള്ളിയുടെ കോൺസെപ്റ്റ് വേറെ ആയിരുന്നു. പുള്ളി നമ്മളെല്ലാവരും സംസാരിച്ച പോലെ നാക്ക് എടുക്കാതിരുന്നാൽ മതി, വർത്താനം പറയാതിരുന്നാൽ തള്ളും. തള്ളും വർത്താനം നിർത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ അദ്ദേഹം പറയണത് ഈ സാമ്പാറിന് 20 രൂപ എന്ന് പറയാൻ റീസൺ, ഇതിന്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി ചേർന്നിട്ടാണ് അദ്ദേഹം 20 രൂപ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയും സാമ്പാറിന് 20 രൂപയ്ക്കാണ് തരാൻ പറ്റുള്ളൂ. നോർമലി നമ്മളുടെ മറ്റു കടകളിൽ ഇദ്ദേഹം പറയണ കുറെ ഇത്രയും കറികൾ മേടിച്ചാൽ 168 രൂപ, അല്ലെങ്കിൽ ആ പൈസ ആവുന്ന തന്നെയാണ് പുള്ളി എപ്പോഴും പറയുന്നത്. ഇത്രയും പൈസയാവും, ഇത് മുഴുവനായിട്ട് കഴിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ 1-2 കഴിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു 40 രൂപ ഉള്ളൂ. അപ്പോൾ ഒരു ചോറും ഒരു സാമ്പാറും മേടിച്ച് കഴിക്കാം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഈ 40 രൂപയ്ക്ക്. അപ്പോഴും നിങ്ങൾ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്, ഈ 40 റുപ്പീസിന് ഒരു 10 രൂപയുടെ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് ഇന്ന് കൊച്ചിയിൽ ഊണ് കിട്ടും. കൊച്ചിയിൽ മാത്രമല്ല, കേരളത്തിൽ പല സ്ഥലത്തും കിട്ടും. എനിക്കൊരു ഡൗട്ടും ഉണ്ട്. ഒരു സാധാരണക്കാരൻ എന്ന് പറയപ്പോൾ പുള്ളിക്ക് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും പരിചയമില്ലാത്ത ആളായിരിക്കില്ല. സാധാരണക്കാരൻ എന്ന് പറയപ്പോൾ അങ്ങനെ ഒരാൾ കയറി കഴിഞ്ഞാൽ സാധാരണ ഒരു ഹോട്ടലിൽ കയറി എന്താ ചെയ്യുക? നോർമൽ പോയിരിക്കും, വെയിറ്ററിനെ നോക്കിയിരിക്കും, വെയിറ്റർ വരുന്നു, ഓർഡർ ചെയ്യുന്നു, എനിക്കൊരു ഊണ്, അങ്ങനെ പറയൂ, അതല്ലേ പറയുന്നു. ഇതെങ്ങനെയാ അപ്പൊ സാധാരണക്കാരനാവുന്നത്? അതൊരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് ഞാനും ഇതിപ്പോ ഒരു KFCയിലോ ബർഗർ കിങ്ങിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളില്, പിസ്സ ഹട്ടിലോ ഡോമിനോസിലോ അങ്ങനെയെല്ലാം പോയിട്ടുള്ള ഒരാൾക്ക് ഇതിനെ പറ്റി അറിയാം. ഇത് പോയി ക്യൂ നിന്ന് പൈസ അടച്ച് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞ് ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ. അതൊരു സാധാരണക്കാരനായിരിക്കും. അത് പുള്ളിക്ക് ഒരു അബദ്ധം പറ്റി, നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇതിനെ എൻ്റെ ഒരു അഭിപ്രായത്തിലേ ഇതൊരു മിക്സ് ആൻഡ് മാച്ച് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യേണ്ട സാധനം അല്ലേ? അതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പലപ്പോഴും പണ്ട് നമ്മളൊക്കെ ഫുഡീസ് ആയതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളുടെ മുമ്പിൽ എപ്പോഴും മൊബൈലിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഫുഡിൻ്റെ പല പല ഫുഡ് സ്പോട്ടുകളും ഒക്കെയാണ്. അപ്പം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ചോറ്, നല്ല മോരുകറി, ഒരു ബീഫ്, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കും. പൊറോട്ടയും സാമ്പാർ. സോ ഈ ഒരു കോമ്പിനേഷൻസ് നമുക്ക് എപ്പോഴും നമ്മളുടെ മനസ്സിൽ ആഗ്രഹമുള്ളതാണ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ കഴിച്ചാൽ മതി, കുറച്ച് ചോറ്, കുറച്ച്. ഇതായിരുന്നു
സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ചോറും സാമ്പാറും അല്ല മതി. പുള്ളി ആദ്യത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലേ ഇതായിരുന്നു ബൂസ്റ്റ് ചെയ്ത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് പിന്നെ ഈ വണ്ടി വന്ന് പാർക്ക് ചെയ്ത് കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെ കുറച്ച് വിഷു ആയി. അപ്പോഴത്തേക്കാണ് പുള്ളി പരിപാടി. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു മറ്റേ രാജഭരണം പോലത്തെ ഒരു സെറ്റപ്പ് അല്ലല്ലോ. വരുന്നവർ എന്റെ കടയിൽ വരണ്ട. വരണ്ട, മനസ്സിലായി. ഇത് പാവപ്പെട്ടവന്റെ കടയാണ്. അങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഉറപ്പല്ലേ? ഞാൻ കണ്ടു, ഞാൻ വീഡിയോ ഉണ്ട്. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസത്തിലായിട്ടുള്ളതാ. അപ്പം ഇതിന്റെ ഫ്രണ്ടിൽ മൊത്തം കാർ കിടക്കുക. ആ പാർക്കിംഗ് നമ്മൾ കണ്ടില്ലേ, ബൈക്ക് പാർക്കിംഗിന്റെ സ്ഥലത്തെല്ലാം ഒരു 4-5 കാറുകൾ കൊണ്ടിട്ടിരിക്കുക. ഉടനെ പുള്ളി അവിടെ ഇത് വെച്ചിരുന്നില്ലേ ആ സാധനം, ബാരിക്കേഡ് പോലത്തെ സാധനം, അതുമായിട്ട് വന്നിട്ട് ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഇവിടെ സാധാരണക്കാർക്ക് ഉള്ള കടയാണ്, ഇവിടെ 2 വീലറിന് മാത്രമേ പാർക്കിംഗ് പാടുള്ളൂ, ഇവിടെ 2 വീലർ മാത്രം, 2 വീലറിൽ വരുന്നതും വന്നാൽ മതി എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാറുള്ളവൻ എന്റെ തൊട്ടപ്പുറത്താണ് MRI പോലെയുള്ള റെസ്റ്റോറന്റ്, അവരങ്ങോട്ട് പൊയ്ക്കോട്ടെ. വീഡിയോക്ക് അത് പറയുന്നുണ്ട്. അല്ല, പക്ഷെ ഞാൻ ആലോചിക്കട്ടെ, ഇത് അതും എന്റെ മനസ്സിൽ എന്താ തോന്നണെന്ന് അറിയോ, അതും അയാൾക്കൊരു അബദ്ധം പറ്റിയതാണ്. ആ റോഡിന്റെ അകത്ത് ഇയാളൊരു കാര്യം പറഞ്ഞാൽ മതി എല്ലാവരോടും, പ്ലീസ് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം, അവിടെ അതൊരു പ്രൈവറ്റ് റോഡാണ്. ഞാൻ എന്റെ ഹോട്ടലിന് വേണ്ടി കുറെ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകും, അവിടെ എന്തായാലും തിരക്കാവും, അപ്പോ പ്രശ്നമാവും. അതുകൊണ്ട് കാറുകൾ പുറത്ത് എവിടെയെങ്കിലൊക്കെ നിങ്ങളൊന്ന് പാർക്ക് ചെയ്യണം, എനിക്ക് സൗകര്യമില്ല, ബൈക്കുകൾ അകത്തുണ്ടെന്ന് വെച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 100% ജനങ്ങള് അതിനെ അക്സെപ്റ്റ് ചെയ്താണ്. അല്ലെങ്കിൽ ഇതിപ്പോ വെറുതെ നമ്മള് എവിടെയൊക്കെ പോയിട്ട് മറ്റേ നമ്മള് തമ്മനത്തോ എന്തോ മറ്റേ ചേച്ചിമാരെ കട എവിടെ എവിടെയോ വണ്ടി ഇട്ടിട്ട് നമ്മൾ നടന്നു പോകുന്നത്, ഇതൊരു ഒരു കുറ്റമില്ല, ഒരു കുഴപ്പമില്ല. ഭൂരിഭാഗം ഹോട്ടൽ ഞാൻ പറയട്ടെ, നമ്മുടെ ഇവിടെ ഇല്ലേ കോഴിക്കോട് ചന്ദ്രേട്ടന്റെ കടയാണോ, ചന്ദ്രേട്ടന്റെ കടയില് നമ്മൾ വണ്ടി എവിടെ ഇടണം, നടന്ന് ഇടവഴിയിലൂടെ നടന്നാണ് വരണത്. സോ നമുക്കൊരു മടിയില്ല. ഇവിടെ നമ്മൾ ഇത് ഓരോന്ന് ഇപ്പൊ നമ്മളൊരു ഇഷ്ടം പോലെ ഹോട്ടൽസിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അച്ചാറിന് ഉപ്പ് പോരാ, അല്ലെങ്കിൽ സാമ്പാറിന് മധുരമില്ല, അവിയലിന് നമ്മൾ പറയാറില്ല. നമുക്ക് ഒന്നല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടു. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിലിംഗിലേക്ക് പോണത്? പുള്ളി പഠിപ്പിച്ചത് അതാണ്. പുള്ളി പഠിപ്പിച്ചത് മാത്രമല്ല, പുള്ളി നമ്മളെയൊക്കെ ഇത് വെച്ചിട്ട് അങ്ങ് വെല്ലുവിളിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ബിരിയാണി കൊള്ളില്ല എന്നൊരാൾ പറഞ്ഞാൽ നിങ്ങൾ നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല എന്ന് പറയും. അപ്പൊ അവരെന്താ നമ്മളെ വാശി പിടിപ്പിക്കുക. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും നല്ല തിരക്കായിരുന്നു. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള കടയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ ഈ വിഷയത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയില്ലെങ്കിലും ഞാൻ കണ്ടത് വെച്ചിട്ടാണ് എനിക്ക് വന്ന ഡൗട്ടാ. ഇപ്പൊ സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു കൂലിപ്പണിക്കാരൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അവർക്ക് ഉച്ചയ്ക്ക് കുറച്ച് നേരത്തെ ഒരു ബ്രേക്ക് ഉണ്ടാവും. ആ സമയത്ത് ഓടി വന്ന് ഫുഡ് കഴിക്കാൻ നിൽക്കുമ്പോൾ ഇത്രയും ക്യൂവും ടോക്കണും എക്സ്ട്രാ കറി വാങ്ങിക്കണേ, പിന്നെയും ക്യൂ നിൽക്കണം. അപ്പൊ ഒരു സാധാരണക്കാരന് ഇത്രയും ടൈം അവിടെ എടുക്കാനുണ്ടാവും ഉച്ചയ്ക്ക് പെട്ടെന്ന് വന്നൊരു മീൽ കഴിക്കാൻ നോക്കുമ്പോൾ. നമ്മൾ ആക്ച്വലി ഏകദേശം എത്ര മണിക്കൂർ എടുത്തു? ഒരു മണിക്കൂർ എടുത്തു. അല്ല, എനിക്ക് അത് തോന്നിയ കാര്യം എന്നറിയാവോ, ഞാൻ കുറെ വീഡിയോസ് കാണപ്പോ അതിലൊന്നും വലിയ തിരക്കില്ല. ഇപ്പോഴാണ് തിരക്ക്. ആൾക്കാര് ഈ എന്താണെന്ന് അറിയാൻ വേണ്ടി വരുന്ന തിരക്കാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, എനിക്ക് നേരത്തെ പോയിട്ടുണ്ട്, അന്നൊക്കെ തിരക്കുണ്ട്. എനിക്ക് അവിടുത്തെ ബിരിയാണി ഇഷ്ടമാണ്, എനിക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടമാണ്, പായസം ഇഷ്ടമാണ്, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഇതെന്ത് ഞാൻ അതുകൊണ്ടാണ് പറയണത്, എനിക്ക് അയാളുടെ ഒന്നിനോടും എനിക്ക് ഇപ്പോൾ ഒരു ഈച്ച, നമുക്ക് ഈ ഈച്ചയെ കാണാത്ത ഹോട്ടലുകൾ വളരെ കുറവാണ്, എറണാകുളത്ത് എസ്പെഷ്യലി. പിന്നെ നമ്മൾ വില കൂടിയ ഫുഡ് കഴിക്കുന്നവരാ. നമ്മളിപ്പോൾ ഏറ്റവും വലിയ ഹോട്ടലായ പാരഗൺ എന്ന് പറഞ്ഞാൽ ബിരിയാണിയിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും വലുതായിട്ട് പറയണത് പാരഗണൊക്കെയാണല്ലോ. പാരഗണിലെ ബിരിയാണിക്കും ഓവർ പ്രൈസ്ഡ് എന്ന് നമുക്ക് സുഖമായിട്ട് പറയാൻ പറ്റും. എന്ത് വിലയാണ്! ഒരു ചിക്കൻ, ഒരു മട്ടൻ ബിരിയാണി കഴിക്കാൻ പറ്റില്ല, ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചാൽ നല്ല വിലയാണ്. നമ്മളിവിടെ എന്താ മറ്റേ ഇപ്പൊ ഇവിടെ തലപ്പാക്കട്ടി ബിരിയാണി എന്ത് വിലയാണ്, എന്താ വില അത്! തലപ്പാക്കട്ടിയുടെ ഒരു കോമഡി ഞാൻ പറയാം, ഗംഭീര കോമഡിയാണ്. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫും കൂടി ഞങ്ങളിങ്ങനെ തലപ്പാക്കട്ടിയിൽ, ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് തലപ്പാക്കട്ടിയിൽ കഴിക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ആന്ധ്ര മീൽസ്, അൺലിമിറ്റഡ് ആന്ധ്ര മീൽസ്. അതിൻ്റെ താഴെ മട്ടൻ മറിച്ചത് ഒക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു 350 രൂപ, 350 രൂപ, 400 രൂപ, അങ്ങനെ എന്തോ ഒരു എമൗണ്ട് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു ചെറിയ എമൗണ്ട് ഉള്ളൂ.
650 രൂപയുടെ അകത്ത് അങ്ങനെ എന്തേ ഉള്ളൂ. ഒരു വെജ് ഊണിനാണ് നിങ്ങൾ പറയുന്നത് ഈ 350? 350 അത് അൺലിമിറ്റഡ് മീൽസ് ആണ്. 350 360 അത് വെജ് അല്ലേ? അല്ല. അപ്പോ ഇത് എന്നിട്ട് ഞാൻ അപ്പൊ എന്റെ മനസ്സിൽ സെറ്റ് ഇത് മേടിക്കാം. അപ്പൊ എന്റെ മനസ്സിൽ എന്താ, ഇപ്പൊ ഇതുപോലെ മൃണാളിന്റെ അവിടെ തന്ന പോലെ ചെറിയ 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 കപ്പില് തരുമായിരിക്കും മട്ടനും ചിക്കനും മറിച്ച. അപ്പൊ ഞാൻ പറഞ്ഞു അൺലിമിറ്റഡ് മീൽസ്. അപ്പൊ ഒരാൾ പറഞ്ഞു ബിരിയാണി. അങ്ങനെ ഓരോരുത്തർ 3 പേര് 3 സാധനങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മീൽസ്. അപ്പോൾ ഇതിലൊക്കെ അൺലിമിറ്റഡ് സാധനം ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയിരിക്കുന്നു, ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ. അപ്പം ഞാൻ വേഗം മീൽസ് കൊണ്ടുവന്നു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു ബാക്കിത്തെ സാധനങ്ങളൊക്കെ എവിടെ? സാർ ഇതൊക്കെയാണുള്ളത്, ഇതിലെന്താ ഇപ്പം അൺലിമിറ്റഡ്? സാർ ഇതെല്ലാം എത്ര ചോദിച്ചാലും ഞങ്ങൾ തരും സാർ. വെജ് അപ്പൊ ഞാൻ പറഞ്ഞു സാർ അല്ല ഇതല്ലേ എല്ലാ ഹോട്ടലിലും നടക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് മേടിക്കുന്നു. ഇപ്പൊ ഇന്ന് നമ്മൾ വൃന്ദാവനിൽ ഫുഡ് കഴിച്ചു. വൃന്ദാവനിൽ ഊണ് കഴിക്കുമ്പോൾ എത്ര അവിയൽ വേണമെങ്കിലും എത്ര സാമ്പാർ വേണമെങ്കിലും എത്ര വേണമെങ്കിലും അതും അൺലിമിറ്റഡാ. അപ്പൊ ഇല്ല സാർ ഞങ്ങളുടെ ഒരു ഇതനുസരിച്ച് ഇതൊക്കെ അൺലിമിറ്റഡ് ആണ് പോളിസി അനുസരിച്ച്. എന്തുകൊണ്ടാണ് ഇവിടെ മാത്രമേ ഉള്ളൂ ഇപ്പോ, ഇവിടെ മാത്രമേ ഉള്ളൂ സാർ ഇത് അതും പറഞ്ഞു. സത്യം നിങ്ങൾ അവര് പറഞ്ഞ സാർ ഇത് നമ്മളുടെ ഈ കളമശ്ശേരിയിലുള്ള ഈ ബ്രാഞ്ചിൽ മാത്രമേ അൺലിമിറ്റഡ് ഉള്ളൂ എന്ന്. ഭാഗ്യവാൻ സത്യം നടന്ന കാര്യമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങളും പൊട്ടന്മാര്, നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണവരും പൊട്ടന്മാര്. ഇത് കേരളത്തിലാണ്. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു സാധനമുണ്ട്, അളവ് സാപ്പാട് എന്ന് പറയും. നിങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് റൈസ് ഒറ്റ തവണ തരുള്ളൂ. സെക്കൻഡ് ടൈമിന് പൈസ കൊടുക്കണം അടുത്ത ഒരു ഇതിന്. സോ കറികളെല്ലാം ഇതേപോലെ അളവ് സാപ്പാടെന്നാണ് അതിന്റെ പേര്. സോ ആ ഒരു മെത്തേഡിൽ അവർ ഇവിടെ വന്ന് ഇവിടെ ഓൾറെഡി എല്ലാവരും അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കണവരാ. ചോറ് 1ഉം 2ഉം പ്രാവശ്യം കഴിക്കും. അത് കഴിഞ്ഞാൽ കറികൾ മേടിക്കും, സാമ്പാർ. എന്നിട്ട് പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പറ്റിക്കല്. ആന്ധ്ര മീൽസ് എന്ന് പേര്, അൺലിമിറ്റഡ് ആന്ധ്ര മീൽസ്. പറ്റിപ്പ് എവിടെയാ? ഇതിന്റെ താഴെയുള്ള മട്ടനും ചിക്കനും ഇതൊക്കെ ഉള്ളപ്പോൾ. പിന്നെ പറ്റിക്കപ്പെടാൻ നമ്മൾ നിന്നിട്ടാണ്. നമ്മൾ ചോദിച്ചാൽ മതിയായിരുന്നു. ഞാൻ അതൊരു നാണക്കേടായിട്ട് നമ്മൾ ചോദിക്കില്ല, നമ്മളൊരു പ്രശ്നമാണത്. അതെ നമ്മൾ ചോദിക്കണായിരുന്നു. പിന്നെ നമുക്ക് അത് പരിചയവും ഇല്ല, അതും ഒരു പ്രശ്നമാണ്. നമ്മൾ പോയിട്ട് സാധാരണ ഊണ് കഴിക്കപ്പോ എല്ലാ സാധനവും നമുക്ക് കിട്ടാറുണ്ടല്ലോ. എന്തൊരു ഇത്രയും ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ ഏറ്റവും കൂടുതൽ UBM നമ്മൾ സേലം, ഞാൻ ഇപ്പൊ പറയാൻ പോയത് UBM-ല് പോയിട്ട് 750 രൂപയല്ലേ? 750 650 അങ്ങനെ എന്തോ ഒരു എമൗണ്ട്. അതില് ഭയങ്കര രസമായിട്ടാണ് അവര് ഫുഡ്. അത് വേറൊരു സംഭവം അല്ലേ? അത് പോയിട്ടുണ്ടോ? ഇല്ല. അത് വീഡിയോയിൽ കണ്ടിട്ടില്ല, ഒരു വാഴയില നിറച്ച് വെച്ചിട്ട് എല്ലാ നോൺ വെജ് സാധനങ്ങളും. പക്ഷെ അതിൽ നല്ല ബിസിനസ് ആണോ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ആടിനെടുക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ സാധനങ്ങളും അവര് കറിയായിട്ട്, പക്ഷെ എല്ലാം സെപ്പറേറ്റ് കറിയാണ്. അപ്പൊ നമ്മള് നോക്കപ്പോഴത്തേക്ക് ഒരുപാട് സാധനങ്ങൾ. സത്യം നമ്മൾ ഒരുപാടൊന്നും കഴിക്കില്ല. 250 രൂപയ്ക്ക് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി അവിടെ എങ്ങനെയാണ് ഒരു ഇലയിൽ 2 പേർക്ക് അത് അവർ അങ്ങനെയൊക്കെ തരും. ഒറ്റയ്ക്ക് നിങ്ങൾ ചെല്ലണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ സെപ്പറേറ്റ് അല്ലെങ്കിൽ അവരല്ലാണ്ട് ഇലയില്ലേ നമ്മുടെ ഫുൾ വാഴ മൊത്തം വെട്ടും. നമ്മള് മരിച്ചിട്ട് ഇങ്ങനെ കിടത്തൂല്ലേ? അതേപോലെ ഫുൾ മരിച്ചിട്ട് കിടത്തുമ്പോൾ അതേപോലെ ആ ഇല അങ്ങ് ഇട്ടിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വിളമ്പും. ഇവര് തരുന്ന ക്വാണ്ടിറ്റി കുറച്ചാണ്. അപ്പൊ ഞങ്ങളൊക്കെ പോയിട്ട് മിനിമം നമ്മൾ കഴിക്കാൻ നമുക്ക് 1 2 ചിലത് മാത്രമേ മേടിക്കുള്ളൂ. ഇഷ്ടപ്പെടുന്നതും അതെ, എല്ലാം ഒന്നും മേടിക്കില്ല. അതുകൊണ്ട് അവർക്ക് നഷ്ടം. പക്ഷെ അവര് അടി തന്നാണ് തീറ്റിക്കുന്നത്. ചിക്കൻ ഫ്രൈ എല്ലാം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഈ കൊച്ചു കുട്ടികൾ വന്നവരെ അവര് അടുപ്പിച്ചാണ് കഴിപ്പിക്കുന്നത്. അവര് ചിക്കൻ ഫ്രൈ എല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അത് അങ്ങനെ ഒരു രീതിയിലുള്ള ഇതാണ് അവരുടെ ഒരു നമ്മളെ സ്നേഹിക്കുന്നതൊക്കെ ഭയങ്കര വെറൈറ്റി. അതെ. അപ്പൊ നമ്മൾ ആ സബ്ജക്റ്റിൽ നിന്നും നമ്മൾ മൃണാളിൽ നിന്നും വ്യതിചലിച്ച് അതെ തമിഴ്നാട് വരെത്തി. പക്ഷെ നമ്മൾ പറഞ്ഞു വന്നത് തലപ്പാക്കെട്ടിന്റെ കാര്യം. പക്ഷെ ഇതൊന്നും നമ്മൾ എന്തുകൊണ്ടാ പ്രശ്നമാക്കാത്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ അവകാശപ്പെടുന്നില്ല ഒന്നും. അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇദ്ദേഹം ഒരു വ്ളോഗർ ആയതുകൊണ്ടാണ് ഇതൊക്കെ പ്രശ്നം ഉണ്ടായത്. ഇദ്ദേഹം പല ഹോട്ടലുകളിലും പോയിട്ട് ഇതിന്റെ വേറൊരു പോസിറ്റീവ് വശം ഞാൻ പറയാം. എന്നോട് പലവരും നേരത്തെ ചോദിക്കാറുണ്ട്, ഈ വ്ളോഗിങ്ങിൽ ഈ ഫുഡ് വ്ളോഗർ ആയിട്ടുള്ളതിൽ ആരുടെയാണ് ജെനുവിൻ എന്നുള്ളത്. ഞാൻ നോർമലി പറയാറ് മൃണാളുടെ ആണെന്നാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മൃണാള് ഒരിക്കലും ഒരു ഹോട്ടലിലും പൈസ മേടിച്ചില്ല. അറിയാം, പൈസ മേടിച്ച് വളരെ ചുരുക്കം സ്ഥലം അത് അയാൾ പറയുകയും ചെയ്യും. അല്ലാത്ത ഹോട്ടലുകളിൽ എല്ലാം അയാൾ തന്നെ പോയിട്ട് പൈസ അതുകൊണ്ടാണ് അയാൾ ഫുഡ് വേറെ ഒന്നും കാണിക്കില്ല. ഫുഡ് കഴിക്കും, നല്ലതാണെങ്കിൽ നല്ല, അല്ലെങ്കിൽ ചീത്തയാണ് പറയും. പൈസ മേടിച്ചാലുള്ള പ്രശ്നം നമുക്ക് ഒരിക്കലും ചീത്ത പറയാൻ പറ്റില്ല.
നമുക്കതിനെ നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. ആഹാ എന്തൊരു പ്രൊമോഷനേ പറ്റൂ. മൃണാളിന് അതുകൊണ്ടാണ് പറ്റിപ്പോയത്. പക്ഷെ പുള്ളി 10% ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിലെ പ്രൊമോഷൻ ആയിരുന്നു എന്ന് പുള്ളി പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്. അത് ഓക്കെ, എനിക്ക് മനസ്സിലായി. അത് 100% ചില ഹോട്ടലുകൾക്ക് വേണ്ടി അയാൾ ചെയ്തത്. പക്ഷെ അത് ചെയ്യപ്പം തെണ്ടിത്തനല്ലേ സത്യത്തില്? അല്ല ഈ പറഞ്ഞത് തന്നെയാണ് പോയിന്റ്. അതായത് അവിടുത്തെ ഭക്ഷണം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ലെങ്കിലും അത് പറയേണ്ടതായിട്ട് പുള്ളി നല്ലതെന്നായിരിക്കില്ലേ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അയാൾ ആ ഒരു 10%, ബാക്കിയുള്ള വ്ളോഗേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും പൈസ മേടിച്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. അല്ല വേറെ പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. ഈ പൈസ മേടിക്കുമ്പോൾ ഞാൻ അന്ന് ചോദിച്ചാൽ വേറൊരു കാര്യം ഉണ്ടല്ലോ, പുള്ളി വേറൊരു ഹോട്ടലിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഇപ്പുറത്ത് അതാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ അത് പറയപ്പോ ഇങ്ങനെ ഒരു സാധനം പറയില്ലേ, അത് തന്നെ. അതായത് ഇപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഹോട്ടല് അതിൽ കയറി അങ്ങേര് കഴിച്ചു, സത്യത്തിൽ അങ്ങേർക്ക് നല്ലതല്ലാന്ന് തോന്നി. പക്ഷെ അത് പറയപ്പോഴും സത്യത്തില് അങ്ങനെ ഒരു പോയിന്റ് ചോദിച്ചാൽ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് എന്റെ പൈസ മേടിച്ചാൽ ഷൂട്ട് ചെയ്തിട്ട് അപ്പുറത്ത് ഹോട്ടലിൽ പോയിട്ട് മോശം പറയുമോ എന്നുള്ളത് എനിക്ക് അതിന് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് വ്ളോഗേഴ്സിൽ ബാക്കിയുള്ള ഇപ്പൊ ഞാൻ എന്താ ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയും. ഇപ്പൊ ഞാനൊരു വീഡിയോ ഞാനിപ്പോ ചുമ്മാ ഫുഡിന്റെ ഇടാറുണ്ട്. ഞാൻ സത്യത്തിൽ ഫുഡിന്റെ ഇടുമ്പോ എനിക്കത് അത്ര ഇഷ്ടമായില്ലെങ്കിലും ഞാൻ അത് അങ്ങനെ അങ്ങോട്ട് പറയില്ല. എന്തുകൊണ്ടാണെന്നറിയോ, അത് എല്ലാവരും അത് അടിപൊളിയാണെന്ന് പറയുന്ന സമയത്ത് ഇവര് എല്ലാരും ഇനി ഇങ്ങനെ പറയണം, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ പറയണം. അത് കറക്റ്റാണ്. അങ്ങനെ പറയുന്നുണ്ട്. ഭൂരിഭാഗം മൃണാളൊന്നും അങ്ങനെയല്ല പറയുന്നത്. മൃണാളിന്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പുള്ളി ഒരു ചിക്കൻ പീസ് എടുത്ത് വെച്ചിട്ട് കുറച്ചു നേരം ധ്യാനിക്കും. ഇല്ലെങ്കിൽ എന്ത് സാധനം എന്നിട്ട് ഇങ്ങനെ മുഖഭാവമൊക്കെ കാണുന്ന രണ്ട് കണ്ണുണ്ട കണ്ടിട്ട് വെളിയിൽ പുറത്തോട്ട് വരും. ഇതൊക്കെ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ തീർന്നു. പിന്നെ ആ ഏരിയയിലോട്ട് സ്ഥിരം കാണുന്ന ഇപ്പോ ഇങ്ങനെ പുതിയതല്ല, കുറച്ച് എനിക്ക് തോന്നുന്നു 1 മാസം ആയെന്ന് തോന്നുന്നു, ആലപ്പുഴയില് ഒരു ഹോട്ടലിനെ പോയിട്ട് പുള്ളി കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ സത്യത്തിൽ എനിക്ക് അല്ലെങ്കിലും കൊതിയാവും, അത് വേറെ കാര്യം. ഇത് കണ്ടപ്പോഴത്തേക്ക് പുള്ളി കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വരട്ടെ എന്നുള്ള രീതിയിൽ ഇത് ആലോചിക്കപ്പോ ഇത് പ്രൊമോഷൻ ആയിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. അതറിയില്ല, അത് ഇപ്പൊ എനിക്കറിയില്ല. ഞാൻ പക്ഷെ പുള്ളിനെ അങ്ങനെയായിരുന്നു. പുള്ളിയുടെ അതിന്റെ ഓണേഴ്സ് വരുന്നു, ഓണേഴ്സുമായിട്ട് സംസാരിക്കുന്നു, അത് പ്രൊമോഷൻ ആയിരിക്കും. ആവാം എനിക്കറിയില്ല. അത് ഞാൻ ഇപ്പൊ ഈ 10% അതും പെടും. ഇപ്പൊ 10% ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അത് പുള്ളിയുടെ ഇതിനെ ചോദ്യം ചെയ്യുന്നതാണ്. അല്ല, അത് നിങ്ങളുടെ ചോദ്യം വളരെ ഇതായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നിയിരുന്നത് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മൃണാളിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൃണാൾ ഇതിനു മുമ്പ് പണ്ട് ചെയ്തിരുന്ന വീഡിയോകളാണ് അദ്ദേഹത്തിന് വിനയായത്. ഇദ്ദേഹം ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഈച്ചയുടെ കാര്യം പറയുന്നതും ഫുഡിന്റെ പ്രശ്നങ്ങൾ പറയുന്നത് ടോക്കൺ എതിർത്തതാണ്. ഈ പിന്നെ നമ്മള് പൈസയും കൊടുത്ത് ടോക്കണും കൊടുത്ത് ഇവിടെ നിന്ന് കഴിക്കണം. ഇയാൾക്ക് അതിനൊക്കെ ഉത്തരവുണ്ട് കേട്ടോ. അയ്യോ, അത് കോമഡി ആയിരുന്നല്ലോ ആ ഉത്തരം. ഞാനും ആ ഇന്റർവ്യൂ കണ്ടായിരുന്നു, കോമഡി ആയിരുന്നു. അത് നിങ്ങൾ കണ്ടായിരുന്നോ? അതിന് പുള്ളി പറയുന്ന ഉത്തരം എന്തെന്നറിയാവോ? ടോക്കൺ എടുത്ത് നമ്മൾ കൊടുക്കപ്പോഴത്തേക്ക് അവിടെ നിങ്ങളെ സർവീസ് ചെയ്യാൻ ആളില്ലല്ലോ. അല്ല, സർവീസ് ചെയ്യാൻ ആളുണ്ടല്ലോ. ഇവിടെ മറ്റേ സെൽഫാണല്ലോ. ഇത് സെൽഫാണ്, അതാണ് വെറൈറ്റി. അതായത് നമ്മളെ ഇവിടെ എടപ്പള്ളിയുള്ള മറ്റേ ഹോട്ടലില് ഒരു വെജിറ്റേറിയൻ ഹോട്ടല്, വെജിറ്റേറിയൻ എങ്ങോട്ട് പോകുന്നിടത്താണ് പറയുന്നത്, നമ്മളെ ലുലുവിലേക്ക് അംബിസ്വാമി. അതെ അതുണ്ട്. അല്ല, അംബിസ്വാമിയില് ഇതേപോലെ ടോക്കൺ സിസ്റ്റം ആണല്ലോ. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കണം. അത് ഊണൽ, ടോക്കൺ എടുക്കണം. ടോക്കൺ എടുക്കാം. അതെ, പക്ഷെ അവിടെ സർവീസ് ചെയ്യാൻ ആളുണ്ടല്ലോ. ഇവിടെ സർവീസ് ചെയ്യാൻ ആളില്ല. അപ്പൊ അതുകൊണ്ടാണ് ടോക്കൺ വെച്ചിരിക്കുന്നത് അവിടെ. പുള്ളി പറയുന്നതിന് ഒന്നിനും സത്യത്തിൽ ലോജിക്കില്ല. ഇയാൾ എന്ത് ചെയ്യണം, ഓവർ ആവാതിരിക്കുക, കാര്യങ്ങൾക്കൊരു ഒരു സാധാരണ പോലെ പറഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ ഒരാൾ പറയപ്പോ അതിന് തെറ്റ് പറ്റി, ശരി, അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോ വേറൊരു സാധനവും വന്നിട്ടുണ്ടല്ലോ, ഈ ഇങ്ങനെ സ്ഥിരം പോപ്പായി വരുന്ന ഈ വീഡിയോസ് എല്ലാം കാണുന്നുള്ള ഒരു കുഴപ്പം കൂടെയാണ് കേട്ടോ. ഈ ഇങ്ങനെ സാറ് ഇങ്ങനെ സ്ട്രോയ്ക്ക് പൈസ വാങ്ങിക്കുന്നു, അപ്പോ വിത്തൗട്ട് ഇതാണ് ചോദിക്കുകയാണെങ്കിൽ ആ പൈസ കുറയ്ക്കേണ്ടതല്ലേ? സത്യത്തിൽ അത് ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അത് ബില്ലിംഗ് സ്റ്റാഫിന് പണി കൂടും. നിങ്ങൾ പഞ്ചസാര ഇട്ടിട്ടില്ല എന്നത് ബില്ലിൽ അത് എഴുതി ചേർക്കണ്ടേ? അപ്പൊ അവന് പണി കൂടെയല്ലേ? അപ്പോ സാധാരണ ചായയിൽ നിന്നും 5 രൂപ അല്ലെങ്കിൽ കാശ് കൂട്ടിയിട്ടാണ്. അല്ല, സാധാരണ ഒരാളാണെങ്കിൽ അതിനെപ്പറ്റി അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ഒരു പോയിന്റ് ആണ്. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാം. നിങ്ങൾ ചെയ്യണ്ട, ഈ ഒരു സാധനം പറഞ്ഞൂടെ? ഇത് എന്തിനും അയാളുടെ ഉത്തരം ഉണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിനോടുള്ള പ്രശ്നം, അദ്ദേഹം ഇപ്പോൾ ഒരു ആങ്കറിന്റെ ഒരു വീഡിയോ, ഞാൻ 1 മണിക്കൂറിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഞാൻ ഏത് ചാനലാന്ന് പറഞ്ഞു. ആ ചാനലിൽ വീഡിയോ കാണുമ്പോൾ അദ്ദേഹം ഏറ്റവും ഒരു ആങ്കറിങ്ങിൽ അയാൾ അത്യാവശ്യം എല്ലാ ഈ അഭിമുഖങ്ങളിലും സ്ട്രോങ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പയ്യനാണ്. ആ പയ്യൻ ചോദിക്കുമ്പോൾ ആദ്യം തന്നെ
നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തറിയാം? നിങ്ങളെ കുറിച്ച് എന്തിനാണ് നമ്മൾ അറിയേണ്ടത്? നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ നിങ്ങളെ കുറിച്ച്